ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം എന്താ 5:30. രാവിലെ എഴുന്നേറ്റ് ഇവിളി റെഡി ആയിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നതെന്നായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഒന്നുമില്ലെന്നേ, അച്ഛനും അമ്മയ്ക്കും ഒത്ത് ചെറിയൊരു ഔട്ടിങ്. അപ്പോൾ പതിവ് പോലെ കോഫിയൊക്കെ എടുത്തുകൊണ്ട് മേളി വന്നിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുടിക്കാൻ കേട്ടോ. എത്ര സമയമില്ലെങ്കിലും ഞാൻ ഇതിനൊരു സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ നമ്മുടെ സാരഥി ഇവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ട്. തലേ ദിവസം നമ്മൾ കഴുകിയിട്ടാണ് കേട്ടോ. രാവിലെ ഇതിനൊന്നും സമയം കിട്ടില്ല. കാരണം എന്താ, ഇതുപോലെ നമ്മൾ ഗേൾസിന് കണ്ണടയുടെ മുമ്പിൽ നിന്ന് കുറച്ച് ഷോ ഒക്കെ കാണിച്ചാലേ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങാൻ പറ്റൂ. എന്താണെങ്കിലും കറക്റ്റ് 6:30 ഇറങ്ങണം എന്നായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞിരുന്നത് കേട്ടോ. എന്നാലും ട്രാഫിക് ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങ് എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 6:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിക്ക് ഇറങ്ങുക, അതാണല്ലോ നമ്മളുടെ ഒരു ശീലം. എന്താണെങ്കിലും ഏകദേശം 7 മണിയോട് നമുക്ക് ഇറങ്ങാൻ പറ്റി. അങ്ങനെ ഞാനും കേതനും അച്ഛനും അമ്മയും ഹസ്ബൻഡും എല്ലാവരും കൂടെ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് ഞാൻ പുറകെ പറയാം. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊരു സർപ്രൈസ് ആണ് കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്കും അറിയില്ല. എല്ലാ തവണയും അച്ഛനും അമ്മയും വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അവരെയും കൊണ്ട് സിനിമയ്ക്ക് പോകും, ചിലപ്പോൾ അവരെയും കൊണ്ട് മാളിൽ പോകും. ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കുള്ള ഓട്ടത്തേക്കാൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ. അതുമാത്രമല്ല, അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഹാപ്പിയാവും, അവർ ഒരുപാട് എൻജോയ് ചെയ്യും എന്ന് തോന്നിയൊരു സ്ഥലവും ഇത് തന്നെയാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ ദൂരമുള്ള ചിക്ബല്ലാപൂറുള്ള നമ്മുടെ ഇഷ ഫൗണ്ടേഷൻസ്. എൻ്റെ ഒന്നല്ല കേട്ടോ, ഞാൻ 3ാമത്തെ തവണയാണ് ഈ ഒരു ഇഷ ഫൗണ്ടേഷനിലേക്ക് പോകുന്നത്. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്കും പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ആ ഭംഗി ഒന്നും എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഓരോ തവണ പോകുമ്പോഴും എന്നെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരു പോസിറ്റീവ് എനർജി, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് റീഫ്രഷ് ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഇഷ ഫൗണ്ടേഷൻസ്. എന്താണെങ്കിലും അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇവിടെ ചെല്ലുമ്പോഴെന്ന് ഉറപ്പാണ്. അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. ഒരു ഭക്തിമാർഗം എന്നൊക്കെ പറയാം. അങ്ങനെ പോകുന്ന വഴി നമ്മളിതാ കുറച്ച് ബൈക്ക് റൈഡേഴ്സിനെയൊക്കെ കണ്ടു കേട്ടോ. ഇവർ നന്ദി ഹിൽസിലേക്ക് പോവാണ്. ഇന്ന് സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാൻ പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി സ്ഥലം. അങ്ങനെ പോകുന്ന വഴി നമ്മൾ എടുക്കുന്ന വണ്ടിയൊക്കെ നിർത്തി ചുമ്മാ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ വണ്ടി നിർത്തിയത് അബദ്ധമായി പോയെന്ന് വരെ തോന്നിപ്പോയി കേട്ടോ. ഇതാ രണ്ടിൻ്റെയും പോക്ക് കണ്ടില്ലേ. വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇവർക്ക് എന്നെ ഒരു മൈൻഡും ഇല്ല. രണ്ടുപേരും തകർത്ത് ഫോട്ടോ എടുക്കാണ് കേട്ടോ. അച്ഛൻ അമ്മയുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു, അമ്മ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. 3 പേരും കൂടെ സെൽഫി എടുക്കുന്നു. ആകെ മൊത്തം തിരക്ക്. ഫോട്ടോ എടുത്തു തരാൻ ആരുമില്ലാതെ വായി നോക്കിയെന്നാൽ ഞാൻ പിന്നെ സ്വന്തമായിട്ട് അങ്ങ് സെൽഫി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് അങ്ങ് സെൽഫി വീഡിയോ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പം നമുക്ക് ആദിയോഗിയിലെത്തിയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.